ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ എല്ലാ ശനിയാഴ്ചകളിലും പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾക്ക് എങ്ങനെ പരീക്ഷ ഇഷ്ടപ്പെടാം, ലവ് എക്സാം എന്ന് പറയുന്ന ആ ഒരു പങ്ക്തി, ഈസി എക്സാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അനുഭവങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും പ്രയോജനകരമായി മാറുവാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അമർജ്യോതി മാമാണ്. മാം ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലിയായിരുന്നു, പക്ഷെ അതിൽ നിന്നും മാറി ടീച്ചർ ആകണമെന്നും കൗൺസിലർ ആകണമെന്നും ഒക്കെ ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ പറയത്തില്ല, ഒരു പാഷനിലേക്ക് മാറുകയാണ്. സത്യത്തിൽ എന്താണോ മനസ്സിന്റെ ആഗ്രഹം, അതേപോലുള്ള ഒരു പ്രൊഫഷനിൽ ഇപ്പം മാം വർക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനകരമായ ഒത്തിരി കൗൺസിലിംഗ് അനുഭവങ്ങളാണ് മാമിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതിനു മുമ്പും കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ ക്ലാസ് എടുത്തിരുന്നു, അപ്പോഴും മാം ഒരു സെഷൻ എടുത്തിരുന്നു. അപ്പൊ അമർജ്യോതി മാമിൽ നിന്ന് എങ്ങനെയാണ് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ അത്ര ഈസി ആയിട്ട്, ടെൻഷൻ ഇല്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അമർജ്യോതി മാമിനെ. അമർജ്യോതി മാം, യു ആർ വെൽക്കം. യെസ്, എല്ലാവർക്കും നമസ്കാരം. അതായത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കുട്ടികളായിട്ട് സംവദിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് കുട്ടികളെ കിട്ടാത്തൊരു വിഷമമുണ്ട്. എന്തായാലും കുട്ടിയൊക്കെ പിന്നീട് കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളെ ഈ പരീക്ഷാ തയ്യാറെടുപ്പിന് കൗമാരക്കാരെ എങ്ങനെ പിന്തുണയ്ക്കാം, ആ കാര്യത്തെ പറ്റി ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് സാബു സാറിന് വളരെയധികം നന്ദി പറയുന്നു. ഇനി എന്തൊക്കെയാണ് നമ്മൾ ടീനേജേഴ്സിനെ എങ്ങനെയൊക്കെ നമ്മളെ രക്ഷിതാക്കൾക്ക് സഹായിക്കാം? ഒന്നാമതായിട്ട് നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റും, പരീക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ, ആ കാര്യത്തെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് പരീക്ഷ എത്രമാത്രം ഒരാളെ കരിയറിനും അയാളെ ഹയർ സ്റ്റഡീസിനും ഒക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കുട്ടികളെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയണം. കുട്ടികൾക്ക് എത്തിച്ചാൽ മാത്രമേ കുട്ടികൾ അതിനെപ്പറ്റി സീരിയസ് ആവൂ. അതിന് പാരന്റ്സിന് വലിയൊരു പങ്ക് വഹിക്കാം. അതായത് കുട്ടികളെ എക്സാമിന്റെ എല്ലാ കാര്യത്തിനും രക്ഷിതാക്കളുടെ റോള് വളരെ പ്രധാനമുള്ളതാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. പിന്നെ ടീനേജേഴ്സിന് എക്സാം വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കും. അതിനെപ്പറ്റി ബോധം നമുക്കുണ്ടായിരിക്കും. എന്തൊക്കെ സ്ട്രെസ്സാണ് അവർ അനുഭവിക്കുന്നത്, ഇത്രയും വേഗത്തിൽ അത് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യണം എന്നതിനെ പറ്റി ഒരു ബോധം രക്ഷിതാക്കൾക്ക് വേണം. ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തത്, ഒരു കുട്ടി പഠിക്കണമെങ്കിൽ വീട്ടില് അതിനെ പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് രക്ഷിതാക്കളുടെ പങ്ക് നിർണായകമാണ്. എന്തൊക്കെ തരത്തിൽ നമുക്ക് കുട്ടികളെ സഹായിക്കാം, ഞാൻ ഓരോന്ന് പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഞാൻ പറയുക എന്താണെങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് എടുക്കണം. അതായത് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം. നമ്മളെല്ലാവരും ടിവിയും യൂട്യൂബും എല്ലാം തുറന്നു വെച്ച് ഒച്ചയിൽ ബഹളം ഉണ്ടാക്കിയാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. കുട്ടികൾ അത് ഡിസ്ട്രാക്ട് ആവൂലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കുട്ടികളെ സ്ക്രീൻ ടൈം കുറയ്ക്കണം. അതായത് വീട്ടില് ഞാൻ പറയുന്ന പരീക്ഷ ഉണ്ടെങ്കിൽ വീട്ടുകാരും കുറയ്ക്കണം. വീട്ടുകാർ കുറച്ചാലേ കുട്ടികൾ കുറയ്ക്കും. അപ്പൊ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്നുള്ളത് നിർബന്ധമാക്കണം. പിന്നെ ഡിസ്ട്രാക്ഷൻ, അതായത് ചില കുട്ടികളൊക്കെ പെറ്റ്സിനൊക്കെ വേണ്ടി വല്ലാണ്ട് സമയം ചെലവഴിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തണം. പെറ്റ്സ്, അതുപോലെയുള്ള ചെറിയ കുട്ടികള്, ഇതൊക്കെ കണ്ട കുട്ടികളോട് സമയം വല്ലാതെ ചെലവാക്കും. അനാവശ്യ പരീക്ഷ സമയം ഒന്നും ഓർക്കാതെ കുട്ടികൾ വേസ്റ്റ് ആക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രയോറിറ്റൈസ് ബ്രേക്സ്, അതായത് വളരെ പ്രാധാന്യം കൊടുക്കണം. ഞാൻ അധികം കൗൺസിലിംഗ് ഒക്കെ വരുന്ന കുട്ടികൾ പറയും, അയ്യോ മാഡം, പഠിക്കാൻ അച്ഛനും അമ്മയും തീരെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, കണ്ടിന്യൂസ് പഠിക്കണം. ആ കണ്ടിന്യൂസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റൂലല്ലോ.
ശരിക്കും ഈ ബ്രെയിന് ശരിക്കും നമ്മൾ അത് ഓരോ കുട്ടിക്ക് സ്പാൻ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 1 hour ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും, ചിലർക്ക് 30 minutes ആയിരിക്കും, ചിലർക്ക് 40 minutes ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോ 40 minutes കഴിഞ്ഞാൽ ഒരു 10 minute ബ്രേക്ക് കൊടുക്കണം. അത് ആ ബോധം രക്ഷിതാക്കൾക്ക് വേണം. അല്ലാണ്ട് ഒരു മിഷനെ പോലെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. മിഷൻ വരെ നമ്മൾ കാറ് വരെ കുറെ കഴിഞ്ഞാൽ നമ്മൾ സർവീസും കൊടുക്കും. പക്ഷെ അതുപോലെ തന്നെ ബ്രെയിനും റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ബ്രേക്ക് എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. പിന്നെ എല്ലാ ടഫ് സബ്ജക്റ്റ് ഒരുമിച്ച് കുട്ടികൾ പഠിച്ച കുട്ടികൾ ബേൺ ഔട്ട് ആവും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടഫ് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടതെന്ന് അവരെ ഓർമ്മപ്പെടുത്തണം. പിന്നെ കുട്ടികളോട് അവരുടെ ഗോൾസ് എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിൽ അറിയണം. അതായത് ശരിക്കും അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു പരീക്ഷ എഴുതി എന്തിനാണ് പരീക്ഷ എഴുതുന്നത്, അത് എഴുതിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്, അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ എന്റെ പോയിന്റ്, പ്ലാനിങ് ആൻഡ് പ്രയോറിറ്റൈസിങ്. അതായത് എന്ത് കാര്യത്തിനും പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതിനനുസരിച്ച് അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് ഷുഡ് കം ഫസ്റ്റ്. അങ്ങനെ കുട്ടികളിൽ ആ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം, നല്ല ടൈം ടേബിൾ, കുട്ടികളെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. നമ്മളെ സൂപ്പർവിഷനിൽ ടൈം ടേബിൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കണം. പിന്നെ സബ്ജക്റ്റ്, അതായത് ചില സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും, ചില സബ്ജക്റ്റ് ടഫ് ആയിരിക്കും. പിന്നെ എന്താണ് വെയിറ്റേജ്, ചില സബ്ജക്റ്റിന് കൂടുതൽ സമയം വേണ്ടി വരും. അങ്ങനെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നവർ ഓർക്കേണ്ട കാര്യമാണ്. പിന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും, നാളെ പഠിക്കുക, അങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ, അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരിക്കലും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇന്ന കാര്യം ഇന്ന സമയത്ത് പഠിക്കണം എന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുട്ടികളെ പഠിക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ബ്രേക്സ് എപ്പോഴും ആവശ്യമാണ്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നാൽ മാത്രം നമുക്ക് ഫ്രഷ് ആയിട്ട്, അതായത് ആ ബ്രേക്കിന്റെ സമയം അവർ അവിടുന്ന് എഴുന്നേറ്റ് പോകണം, ഒന്ന് നടക്കണം, എന്താ സ്നാക്സോ കഴിച്ച് ഒന്ന് നടന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച്, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് ഒരു മ്യൂസിക് എല്ലാം കേട്ട് തിരിച്ചു വരണം. അല്ലാതെ അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ബ്രേക്ക് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബേൺ ഔട്ട് ആവും. എപ്പോഴും അങ്ങനെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് എപ്പോഴൊക്കെ നിർത്തണം, അതൊക്കെ നമ്മൾ ഓർക്കണം. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പാടും. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കാം. അതിനുവേണ്ടി പ്രത്യേക സമയം കൊടുക്കണം. ഇനി നാലാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ എക്സാം സ്ട്രെസ് ഏർലി. അതായത് എനിക്ക് എന്റെ അനുഭവം എന്ന് പറയുന്നത്, കൗൺസിലിംഗ് ഒക്കെ വരുന്ന കുട്ടികളെ MBBS, ഇപ്പൊ അടുത്തൊരു കുട്ടി MBBS 3rd year പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അവള് പറയുന്നത്, എനിക്ക് 10th സ്റ്റാൻഡേർഡിനെ ഉണ്ട് മാഡം ഈ എക്സാം സ്ട്രെസ്. പക്ഷെ പാരന്റ്സിനോടൊക്കെ പറഞ്ഞാൽ അവരൊന്നും അത്ര മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് പിന്നെ എന്തിനാ കാണിക്കുന്നത്, അങ്ങനെ പറഞ്ഞ് ആ കുട്ടി ഇപ്പൊ 3rd year ആയിട്ടാണ് കൗൺസിലിംഗിന് വരുന്നത്. അപ്പോഴത്തെ ആ കുട്ടി സ്ട്രെസ് കൊണ്ട് അതിന് നഷ്ടമായ കാര്യങ്ങൾ കേട്ട് എനിക്ക് സങ്കടപ്പെട്ടു. അതേസമയം ആ കുട്ടീനെ ആ സമയത്ത് തന്നെ കറക്റ്റ് കൗൺസിലിംഗ് കൊടുത്ത് റെഡിയാക്കുമായിരുന്നില്ല, ആ കുട്ടിക്ക് എത്രയോ മുന്നോട്ട് പോവായിരുന്നു പല കാര്യങ്ങളും. അപ്പൊ ഇവിടെ എന്താണെങ്കിൽ സ്ട്രെസ്, അത് പാരന്റ്സിന് അറിയില്ല അവരെ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് കാണാൻ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ട് ഈ സ്ട്രെസ്സുള്ള അത് കാണിക്കുന്നതെന്ന് പാരന്റ്സിന് അറിയണ്ടേ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അതായത് ചില കുട്ടിക്ക് കണ്ടിന്യൂസ് ഹെഡേക്ക്, മൈഗ്രെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും, ഇൻസോംനിയ. ചിലർക്ക് ദഹനക്കേട്, ഭയങ്കര ചിലപ്പോൾ ലൂസ് മോഷൻ ആയിരിക്കും, ചിലപ്പോൾ ഛർദി ആയിരിക്കും, അങ്ങനെയൊക്കെ വരാം. പിന്നെ ഹാർട്ട് റേറ്റ് കൂടുക, ചിലർക്ക് ശ്വാസം മുട്ട്, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരാം, ചിലർക്ക് കൈൻ്റെ അടി വേർക്കുക. പിന്നെ ചിലർക്ക് ഫ്രസ്ട്രേഷൻ, ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും, ഭയങ്കര ആൻസൈറ്റി.
ചിലർക്ക് പേടിയായിരിക്കും. പരീക്ഷ എന്ന് പറയുന്നത് പേടിക്കും, എന്തിനോടും പേടി. പിന്നെ ചില കുട്ടികൾ കാണാൻ നമ്മൾ കാണുന്നുണ്ട്, നഖം കടിക്കുന്ന കുട്ടികൾ. അതൊക്കെ ശരിക്കും ഇതിന്റെ സിംറ്റംസ് ആണ്. പിന്നെ മൂഡ് സ്വിങ്സ്, ഓരോ സമയം ഓരോ മൂഡായിരിക്കും. അതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്, സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങളാണ്. പാനിക് ഹോപ്പ്ലെസ്നെസ്, അതായത് ഭയങ്കര നിരാശാബോധം, ഒന്നിലൊരു പ്രതീക്ഷയില്ലാതെ ഭയങ്കര ഡെസ്പറേറ്റ് മൂഡിലായിരിക്കും. പിന്നെ ചിലരാണ് എക്സസീവ് ഡേ ഡ്രീമിങ്, പകൽക്കിനാവ് കാണാം. അങ്ങനെയുള്ള ആൾക്കാർ ഒന്നും അച്ചീവ് ചെയ്യൂല, കിനാവ് കാണലേ ഉണ്ടാവും, അവര് വർക്ക് ചെയ്യൂല. പിന്നെ ചില കുട്ടികൾ, ഈ ആൻസൈറ്റി ഉള്ള കുട്ടികൾ, സ്ട്രെസ് ഉള്ള കുട്ടികൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, അവർക്ക് കൂടുതൽ വിശപ്പായിരിക്കും, ചിലർ തീരെ കഴിക്കില്ല. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചില കുട്ടികൾ നെഗറ്റീവ് സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട്സ്, അതായത് ഭയങ്കര സ്വയം വല്ലാണ്ട് നെഗറ്റീവ് വെച്ച്, ഞാൻ ഒന്നിനും പറ്റാത്തവരാണ്, അവളാണ് അല്ലെ അവനാണ്, എനിക്ക് ഒന്നിനും കഴിയൂല, ഞാൻ ആകെ നിർഭാഗ്യവാനാണ്, ഇങ്ങനെയൊക്കെ സ്വയം തന്നെ നശിപ്പിക്കുന്ന സ്ട്രോക്ക് കൊടുത്തോണ്ടിരിക്കാം. പിന്നെ ചിലർ എസ്കേപ്പിംഗ് ബിഹേവിയർ, ഇതൊന്നും പെടാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, എസ്കേപ്പിംഗ് ബിഹേവിയർ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണപ്പെടുന്ന സ്ട്രെസ്സിന്റെ സിംറ്റംസ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ, സ്ട്രെസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സ്ട്രെസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്? അതിലും നമ്മളെ പ്രധാന വില്ല പാരന്റ്സ് ആണ്. പാരന്റ്സ് ഓവർ എക്സ്പെക്ടേഷൻ ആണ് ഈ കുട്ടികളിലെ സ്ട്രെസ് ഉണ്ടാവാനുള്ള നമ്പർ 1 റീസൺ എന്നാണ് ഞാൻ എന്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ മനസ്സിലാക്കിയത്. അതായത് ഓവർ എക്സ്പെക്ടേഷൻ, അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിലേ പറഞ്ഞ്, പിന്നെ എനിക്ക് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ച എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് നീ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് കുട്ടികളെ, ആ കുട്ടിക്ക് ആവറേജ് ആയിരുന്നു കുട്ടി, ആ കുട്ടീനെ എടുത്താ പൊന്താത്ത ഭാര കുട്ടീന്റെ തലയിൽ എടുത്തു വെച്ച്, ഇപ്പൊ ഈ അടുത്തൊരു കുട്ടി മരിച്ച കണ്ടില്ലേ, IIT പ്രിപ്പറേഷന് പോയ കുട്ടി, പറ്റൂല, എനിക്ക് അച്ഛനും അമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നു. അതുകൊണ്ട് പാരന്റ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓരോരോ കുട്ടികളെ അവരുടെ പാഷൻ അനുസരിച്ച് പഠിക്കാൻ പറ്റും. അത് എന്ത് ഫീൽഡ് ആണെങ്കിലും ഓരോ വ്യക്തിക്ക് ഓരോ കഴിവുകളായിരിക്കും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, അതായത് മറ്റുള്ള ആൾക്കാരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് പെർഫോം ചെയ്യണം എന്നുള്ള കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി. പക്ഷെ ശരിക്ക് അതല്ല ശരി. നമ്മൾ ശരിക്കും നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യണം. കുട്ടികളോട് പറയേണ്ടത്, നീ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഈ വർഷം പ്രിപ്പയർ ചെയ്യണം, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നീ നിന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെക്കാളും ഫസ്റ്റ് അടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാല് അത് ദോഷേ വരും. ആ കുട്ടികള് മനുഷ്യത്വം ഉണ്ടാവില്ല, വെറും കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒക്കെയാണ് ഇപ്പൊ പല അതിക്രമങ്ങളും കാണിക്കുന്നത്. അതുകൊണ്ട് പാരന്റ്സ് അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കരുത്. അത് കുട്ടികൾ തന്നെ ഉണ്ടാവും. കുട്ടികളിൽ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് പാരന്റ്സ് ആണ്. പിന്നെ ചില കുട്ടികൾ എന്തെങ്കിലും ഫ്രണ്ട്സുമാരൊക്കെ ഭയങ്കര ലെവലിലെ ഫ്രണ്ട്സുമാരായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട്സുമാരെ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവര് ഭയങ്കരമായിട്ട് ശ്രമിക്കും. ഇവർക്ക് അതിനുള്ള കാലിബർ ഉണ്ടാവില്ല, പക്ഷെ അവര് ട്രൈ ചെയ്യും. അത് അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അവരോട് എത്തിയിട്ടില്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കും. ഇപ്പൊ അവിടെ എൻ്റെ അടുത്ത് കാണാം, ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ, അത് സ്കൂളിലൊക്കെ പുലിക്കുട്ടികളായിരിക്കും, പക്ഷെ എൻട്രൻസ് കോച്ചിങ്ങിന് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവിടെ പുലിയുള്ള കളിയാണ്. അവരെ മുമ്പിൽ ഇവര് എത്രയോ പിന്നിലായിരിക്കും. അപ്പൊ ഇവരാകെ ഡെസ്പറേറ്റ് മൂഡില് വരും. അങ്ങനെ ആവേണ്ട കാര്യമില്ല. കാരണം എന്താണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഫീൽഡിലായിരിക്കും കഴിവ്. ഇവരെ എന്താണോ പാഷൻ ഫീൽഡ് അതിലായിരിക്കും ഇവര് കഴിവ്. നമുക്ക് ഡോക്ടർ മാത്രം ആവാനല്ലല്ലോ ഈ ലോകത്തേക്ക് വന്നത്, ഡോക്ടർ എഞ്ചിനീയറും മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെ ഫീൽഡ് ഉണ്ട്. ഞാൻ അതാണ് കുട്ടികളോട് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ ഫെയിലിയർ, ചില കുട്ടികൾ എന്താണെങ്കിൽ അയ്യോ ഞങ്ങൾ തോറ്റുപോകുമോ എന്നുള്ള പേടി, ഇതാണ് സ്ട്രെസ് വരാനുള്ള ഒരു കാരണം. പിന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് കഴിവ് കുറവായിരിക്കും, പക്ഷെ അവര് സ്വയം ഭയങ്കര ടാർഗറ്റ് വെക്കും. അത് ഭയങ്കര അപകടമല്ലേ. നമുക്ക് പറ്റാത്ത ടാർഗറ്റ് നമ്മൾ വെച്ചിട്ട് നമ്മള് ജീവിതത്തില് നിരാശയോടുകൂടി മരണം വരെ ജീവിക്കേണ്ടി വരും. അതും ശരിയാണ്. അത് കുട്ടികളെ ശരിക്കും ചെറുപ്പത്തിലെ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇതിനെ
സ്ട്രെസ്സിനെ മറികടക്കാം. അതാണ് അടുത്ത പോയിന്റ്സ്. അതായത് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരാൾക്ക് സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക തന്നെ നമുക്ക് വലിയൊരു കാര്യമായിട്ട് കാണാം. അങ്ങനെ നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ ടാക്കിൾ ചെയ്യിക്കാൻ പറ്റും. അതായത് പ്രധാനമായിട്ടും അവരെ ഐസൊലേഷൻ, അതായത് ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുത്താൻ പാടില്ല. എപ്പോഴും അവരെ കൂട്ടത്തിലായിരിക്കണം. അവർ ഒറ്റപ്പെടുന്നവരാണ് സ്ട്രെസ് കൂടുക. പിന്നെ നമ്മൾ ആ കുട്ടിക്ക് ഇപ്പൊ ഏതെങ്കിലും സബ്ജക്റ്റിന് അവർ ഭയങ്കര വീക്കാണ്, നമുക്ക് അവർക്ക് ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ട് ആ കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വീട്ടില് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല കുട്ടികളും പറയും വീട്ടിൽ പഠിക്കാൻ പറ്റില്ല, അച്ഛന്മാരൊക്കെ കുടിച്ച് വന്ന് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എങ്ങനെ കുട്ടികൾ പഠിക്കുക. അപ്പൊ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ലവ് ആൻഡ് സപ്പോർട്ട്, നല്ല സ്നേഹനിർഭരമായ അന്തരീക്ഷവും നല്ല സപ്പോർട്ടും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ മനസ്സ് വളരെ ശാന്തമാകുകയും അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ സാധിക്കും. പിന്നെ അവരുടെ ആരോഗ്യത്തെ കാര്യത്തിൽ, ആരോഗ്യം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നിലനിർത്തേണ്ട കാര്യത്തിൽ. അതായത് നല്ല ഭക്ഷണവും ധാരാളം വെള്ളം കുടിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ കമ്പാരിസൺ നമ്മൾ ഏറ്റവും ഒഴിവാക്കേണ്ട കാര്യമാണ്. ഈ കമ്പാരിസൺ ചെയ്യാദ്യം ഞാൻ മനസ്സിലാക്കി ഗ്രാൻഡ് പാരൻസ് ആണ്. ഗ്രാൻഡ് പാരൻസും അടുത്ത വീട്ടുകാരൊക്കെ കണക്കാ, എല്ലാരും തുടങ്ങും. അയ്യോ ഈ മറ്റുള്ള അങ്ങനെ പഠിക്കുമല്ലോ, ഇവളെന്താ ഇങ്ങനെ, അത് അങ്ങനെ ഈ മോന്റെയും മോളെയും മക്കളെയൊക്കെ കമ്പയർ ചെയ്യുക, അത് ഭയങ്കര തെറ്റാണ്. അത് ആരും ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്താല് അത് കുട്ടിക്ക് അത് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കും. റിലേറ്റീവ്സിന്റെ കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക, അടുത്ത വീട്ടിലെ കുട്ടികളെ കമ്പയർ ചെയ്യുക, അതൊക്കെ തെറ്റാണ്. പിന്നെ എപ്പോഴും ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്തിന് കൺട്രോൾ വെക്കണം. അത് ചെറുപ്പത്തിലേ അത് നിയന്ത്രിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ വലുതായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. പിന്നെ ബ്രേക്ക് എടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കാം. അതായത് അവരെ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് എപ്പോഴും ആവശ്യമാണ്. നമുക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബ്രെയിന് ശരിക്ക് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് പഠിക്കാനേ ഉള്ള മൂഡ് ഉണ്ടാവില്ല. പിന്നെ ഇതൊന്നും കഴിഞ്ഞിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്. നമുക്ക് ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കുട്ടീനെ കാണിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കുട്ടി സ്ട്രെസ് കാണിക്കുകയാണെങ്കിൽ എന്തായാലും, അതിൽ 2 ആഴ്ചയിൽ കൂടുതൽ കുട്ടികൾ ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അവരെന്തായാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. നമ്മളെ ഇടയിലുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പനിയും ജലദോഷമൊക്കെ വന്നാല് പാരന്റ്സ് വളരെ ബോധാണ് കാണിക്കണം. പക്ഷേങ്കില് ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങളൊക്കെ ഒന്നും കണ്ടാല് അത് മൂടി വെക്കുകയും ചെയ്യാം. അതാണ് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്കും തോന്നുന്നത്. ശരിക്കും അത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് ഏറ്റവും കവറപ്പ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അടുത്ത പോയിന്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട്. അതായത് നമ്മൾ വൈകാരികമായ ഒരു ബോണ്ട് കുട്ടികളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മാജിക്കൽ റിസൾട്ട് വേറെ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഫിസിക്കൽ ആയിട്ട് നമ്മൾ അവരെ കൂടെ ഉണ്ടായിരിക്കണം. അതും വളരെ വ്യത്യാസം ഉണ്ടാക്കും. കുട്ടികളുടെ എല്ലാവിധ സ്ട്രെസ്സും കുറയ്ക്കുക, ഇതിനേക്കാളും വലിയൊരു മാർഗം വേറെയില്ല. കറക്റ്റ് നമ്മളെ കുട്ടികളെ നമ്മൾക്ക് മനസ്സിലാകുന്നവര് വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് അവരാ കൂടെ തന്നെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവണം. എൻ്റെ പാരന്റ്സിനോട് എനിക്ക് എന്തും തുറന്നു പറയാം. അങ്ങനെയാണെങ്കിൽ കുട്ടികള് വേണ്ടാത്തൊന്നും ചെയ്യേയില്ല. നമ്മളോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ. എപ്പോഴും വീട്ടിൽ അങ്ങനെ ഡിസ്ട്രാക്ഷൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് അടിപിടി, ലഹള, ഒച്ചയിടലൊക്കെ നമ്മൾ ഒരിക്കലും വീട്ടില് കുട്ടികൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
പ്രത്യേകിച്ചും എന്തായാലും അല്ലാണ്ട് ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ പഠനത്തിന് ശരിക്കും ബാധിക്കും. പിന്നെ കുട്ടികളുടെ ആരോഗ്യം നിലത്ത് ഞാൻ പറഞ്ഞില്ല, സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി. അതായത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ട്, അതിന് സംശയമില്ല. എന്തായാലും ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. അപ്പൊ ആരോഗ്യം നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിന് എന്തൊക്കെ ചെയ്യണം? ഇതിന് പാരന്റ്സിന് വലിയൊരു റോള് വഹിക്കാനുണ്ട്. അത് ചെറുപ്പത്തിലേ നമ്മള് നല്ല ഭക്ഷണം, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇത് കൊടുത്ത് ശീലിപ്പിക്കണം. എന്തൊക്കെ കൊടുക്കാം നമ്മൾക്ക് കുട്ടികളെ ആരോഗ്യം നിലനിർത്താൻ? നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എന്തൊക്കെ ഗുണമുണ്ട്? നല്ല ഫുഡ് കഴിച്ചാല് ആ കുട്ടികളെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നല്ല ഭക്ഷണം. പിന്നെ കോൺസെൻട്രേഷൻ കൂട്ടാനും, പിന്നെ ആബ്സെൻസ് കുറയ്ക്കാനും, പിന്നെ ഗ്രേഡ് കൂട്ടാനും, നമ്മളെ മെമ്മറി കൂട്ടാനും ഒക്കെ പോഷക ആഹാരം വളരെ അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രേഷൻ. അതായത് വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം പാരന്റ്സിന് നല്ല ബോധം വേണം. അതായത് നമുക്ക് അറിയാലോ 60% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. അപ്പൊ വെള്ളം ദാഹം തീർക്കാൻ വേണ്ടി മാത്രമല്ല, വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം, വെള്ളം നമ്മളെ ആൻസൈറ്റി കുറയ്ക്കും, നമ്മളെ ക്ഷീണം മാറ്റാനും എല്ലാത്തിനും നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. നമ്മളെ അതായത് കോൺസെൻട്രേഷൻ ഒക്കെ പോകും നമുക്ക് ശരീരത്തിൽ വേണ്ട തരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മളെ മെന്റൽ ഫോക്കസിനും കോൺസെൻട്രേഷനും നമ്മളെ ഫിസിക്കൽ പെർഫോമൻസിനും അത് ബാധിക്കും. അതായത് നമുക്ക് ഭയങ്കര ക്ഷീണമെല്ലാം ഉണ്ടാവും. പിന്നെ ആൻസൈറ്റി കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ കാരണമാകും വെള്ളം കുറഞ്ഞാൽ. പിന്നെ ചില കുട്ടികൾ പരീക്ഷയുടെ സമയത്ത് കണ്ടമാനം ചായയും കാപ്പിയെല്ലാം കഴിക്കും. അതിന്റെ കൂട്ടത്തിൽ കോളയും അതൊക്കെ കഴിച്ചാൽ നമ്മൾ എന്താ, ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക. നമ്മളെ ശരീരത്തിലെ വെള്ളം വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ 1-2 ചായ ഒന്നും കുടിച്ചാൽ സാരമില്ല ഒരു ദിവസത്തില്, അതിലപ്പുറം കുട്ടികൾക്ക് കൊടുക്കരുത്. അത് വളരെ ദോഷമാണ്, ഭയങ്കര ആൻസൈറ്റി കൂട്ടുകയാണ് ചെയ്യുക. ഇനി കുട്ടികളെ ഉറക്കിനെ പറ്റി വളരെ ബോധം പാരന്റ്സിന് വേണം. അതായത് ഒരു ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ 7 hours ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 7 hours ഇല്ലെങ്കിൽ ഒരു 6 hours എങ്കിലും കുട്ടികൾ ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല അസുഖങ്ങൾക്കും കാരണമാകും. മെമ്മറിയെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, പരീക്ഷയ്ക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ശരിക്കും രാത്രിയുള്ള ഉറക്കം ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അതായത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, ഓരോ കുട്ടിയും യുണീക്കാണ്. അത് നമ്മളെ മനസ്സിൽ, പാരന്റ്സിന്റെ മനസ്സിൽ വേണം. ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് അടിമുടി വ്യത്യസ്തനായിരിക്കും. പിന്നെ നമ്മളെ കുട്ടീനെ നമുക്ക് മനസ്സിലാകുന്നവര് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ അവരെ കൂടെ നിൽക്കൽ മാത്രമല്ല, നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പ്രസൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രസന്റിനേക്കാളും വാല്യൂ ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ചില പാരന്റ്സിന് കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേങ്കിൽ എന്താണ്, കൂടെ ഇരുന്ന് ക്വാളിറ്റേറ്റീവ് ടൈം മതി. അതായത് നമ്മൾ കുട്ടികളായിട്ട് ക്വാളിറ്റേറ്റീവ് ടൈം കൊടുക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം അവരെ ശകാരിക്കാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഒന്നല്ല ഉപയോഗിക്കേണ്ടത്. അവരുടെ ഇഷ്ടങ്ങളെ പറ്റി സംസാരിക്കാനും, അവരെ ഫ്രണ്ട്സുമാരെ കാര്യങ്ങൾ അന്വേഷിക്കാനും, അവരെ മറ്റുള്ള ഈ ലോകത്ത് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനുള്ള സമയമാണത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ കൂടെ ക്വാളിറ്റേറ്റീവ് ടൈം ചെലവഴിക്കാൻ അവർ ഇരിക്കുകയുള്ളൂ. പക്ഷെ മിക്കവാറും പാരന്റ്സ് ആ സമയം എന്താ ചെയ്യാം, അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പം അവര് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് ചെയ്യാം. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടില് ഞാൻ പറഞ്ഞത്. ഇനി സെക്കൻഡ് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ പോയിന്റ്സ് എഴുതിയെടുത്താണ് ഞാൻ പറയാം. അതായത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ടു സ്കോർ ഗുഡ് മാർക്സ്. ആദ്യത്തെ കുറച്ച്
എന്താ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മതിയോ സാറേ? അവസാനമാകാം, ഡിസ്കഷൻ അവസാനമാകാം. ആയിക്കോട്ടെ. അതായത് എക്സാമിന് എന്തൊക്കെ രീതി നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ആദ്യം തന്നെ വേണ്ടത് ബിഗിനിങ് ഇറ്റ് സെൽഫ്, ആക്കഡമിക് ഇയർ തുടക്കം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അത് ഫോളോ ചെയ്യാൻ വേണം. ഉണ്ടാക്കിയാൽ മാത്രം വരെ അത് ഫോളോ ചെയ്യണം, എന്നാലേ നമുക്ക് ഗുണമുണ്ടാവും. പിന്നെ ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം. അത് നമ്മൾ കൂട്ടി വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഒരു ദിവസം ഒരു എത്ര പഠിക്കാൻ പറ്റുന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് പിന്നീട് എക്സാം സമയത്ത് നമ്മൾ എക്സാം ഹോളിഡേയ്സിനൊക്കെ പഠിക്കാൻ എത്ര സമയം ഓരോ സബ്ജക്റ്റിന് വേണ്ടി വരുന്നൊക്കെ കണക്കാക്കാൻ നമുക്ക് അത് സഹായിക്കും. പിന്നെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അതൊരു നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വെറുതെ ആ പാഠം ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കോൺസെൻട്രേഷൻ എവിടെ പോവാണ്ട് നമുക്ക് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും, വേഗം മനസ്സിലാവും. പിന്നെ റീഡിങ് ടെക്നിക്, അതായത് നമ്മളെ വായിക്കുമ്പോൾ നമുക്കൊരു എൻത്യൂസിയാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതില് കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിലെന്താ, ഞാനൊരു മെത്തേഡ് എന്താണെങ്കിൽ ഞാൻ വായിച്ചതെന്ന് എഴുതിയെടുത്താണ്. ഒരു SQ5 hours. എസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഒരു എസ്സേ വായിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എസ്സേനെ ഒന്ന് സർവേ ചെയ്യണം. എന്തിനെ പറ്റിയാണെന്നുള്ളത് ആദ്യം ഒന്ന് സർവേ നടത്തുക, അതാണ് എസ്. Q എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. വൈ, വാട്ട്, ഹൗ അങ്ങനെ മാറ്റിയെടുക്കുക. അപ്പൊ നമ്മളൊരു എൻത്യൂസിയാസം ഉണ്ടാവും. ഇനി 5 hours ഒരു R1 എന്താണെങ്കിൽ റീഡിങ്, നമ്മൾ ഒന്നായിട്ട് ഒന്ന് വായിച്ചു പോകുന്നതിനാണ് റീഡിങ്. R2 എന്താണെങ്കിൽ റെക്കോർഡിങ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡിംഗ് അല്ല, അണ്ടർലൈൻ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുന്നതാണ് റെക്കോർഡിംഗ് ഇവിടെ പറയുന്നത്. പിന്നെ R3 എന്താണെങ്കിൽ റിസൈറ്റിംഗ്, നമ്മൾ വായിച്ചത് 2 or 3 തവണ ആവർത്തിച്ച് വായിക്കുക, അപ്പൊ നമ്മളെ മനസ്സിലേക്ക് പതിയും. പിന്നെ എന്താണെങ്കിൽ R4 റിലേറ്റിംഗ്, അതായത് നമ്മൾ പണ്ട് പഠിച്ചതും ഇപ്പം പഠിച്ചതും തമ്മിൽ കണക്ട് ചെയ്യുക. അത് ബ്രെയിനിന്റെ ഒരു നല്ല മെത്തേഡാണ്, അങ്ങനെയാവുന്ന നമ്മളോട് മറന്നു പോകില്ല. R5 എന്താണെങ്കിൽ റിവ്യൂയിങ്, നമ്മൾ റിവ്യൂ ചെയ്യണം, പഠിച്ചു കഴിഞ്ഞത് മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. വന്നിട്ടുണ്ടെങ്കിലാണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ പഠിച്ചോ എന്നുള്ള ഉറപ്പിക്കാൻ പറ്റും. പിന്നെ എപ്പോ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങള് ഇപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു 15 മിനിറ്റ് തലേന്ന് പഠിച്ചത് റിവൈസ് ചെയ്യാൻ നമ്മൾ ചെലവഴിക്കും. അത് വളരെ അങ്ങനെ ഓരോ ദിവസം 3 ദിവസം വരെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. 3 ദിവസം വരെ പഠിച്ചത് മുഴുവൻ, 2 ദിവസം പഠിച്ച മുഴുവൻ 3ാമത്തെ ദിവസം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അത് മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ. പിന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, എനിക്കറിയുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവരൊക്കെ ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് ചെറിയ കുട്ടിയായിരിക്കുന്നവരെ ബൊമ്മയൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുക. അതെ, നമ്മള് ടീച്ചിങ് മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. 95% നമ്മളെ മെമ്മറി ഉണ്ടാവും നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ബ്രെയിൻ അവർ എപ്പോഴാണെന്നുള്ള കണ്ടെത്തണം. ചിലർക്ക് രാവിലെ ആയിരിക്കും പഠിച്ചാൽ വേഗം മനസ്സിലാവുക, ചിലർക്ക് രാത്രിയായിരിക്കും. അത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പഠനം ക്രമീകരിക്കണം. ആ സമയം നമ്മൾ മാക്സിമം പഠനത്തിന് ഉപയോഗിക്കണം. പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെങ്കിൽ യൂസ് കറക്റ്റ് ലേണിംഗ് മൊഡാലിറ്റി. നമ്മൾ ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ 5 സെൻസ് ഓർഗൻസും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാരാണ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. നമ്മളെ പോലെ സാധാരണ ആൾക്കാരിലൊക്കെ
ഒന്നോ രണ്ടോ മാത്രമേ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും, മറ്റേതൊക്കെ ഡോർമന്റ് സ്റ്റേജിലായിരിക്കും. അപ്പൊ നമ്മളെ സെൻസ് ഓർഗൻസ് ഏതാണോ ആക്ടിവേറ്റ് ചെയ്ത് ആ സെൻസ് ഓർഗൻ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാലം ഓർമ്മിച്ചു വെക്കാൻ പറ്റും. അത് ഏത് വ്യക്തിയാണോ അത് എത്രയും നേരത്തെ കണ്ടെത്തുന്നത് അതിനനുസരിച്ച് അവരെ മൊഡാലിറ്റി അനുസരിച്ച് പഠന മെത്തേഡ് മാറ്റുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വേറൊരു കാര്യം, നമ്മൾ എല്ലാ ടഫ് തിങ്സും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ടഫ് തിങ്സ് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പഠിക്കരുത്. അപ്പൊ ബ്രെയിൻ വേഗം ക്ഷീണിക്കും. അപ്പൊ ഒരു ടഫ് പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ ഈസിയാണ് പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇടവിട്ട് ടഫ് ഈസി ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറെ സമയം പഠിക്കാൻ കഴിയുള്ളൂ, അത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മള് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതായത് ലവ് അഫെയർ, അല്ലെ പെറ്റ്സ്, അല്ലെ മൊബൈല്, ഇതിൽ നിന്നൊക്കെ നമ്മള് പരീക്ഷാ സമയത്ത് പഠിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വിട്ടു നിന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മളെ ബോഡി ഒരു ബയോളജിക്കൽ ക്ലോക്ക് മാതിരിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ശീലം വളർത്തിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വെള്ളം കുടിക്കണം. അതായത് നമ്മൾ ശരിക്കും 20 കിലോ ഉള്ള ആള് ഒരു ദിവസത്തില് 1 ലിറ്റർ വെള്ളം, അത് അല്ല നമ്മൾ എത്ര വെയിറ്റ് അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ള നിർബന്ധമാണ്. വെള്ളം കുടിച്ചില്ലേ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കേണ്ട കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം. ഇപ്പോൾ ഉള്ള ജങ്ക് ഫുഡ് ഒന്നും കഴിച്ചാൽ നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊന്നും കിട്ടൂല. പതിയെ കുട്ടികളും വന്നിട്ട് പറയും, മിസ്സേ ഒന്നും പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നു. അപ്പൊ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ചോദിച്ചാൽ ഞെട്ടിപ്പോവും. നമ്മളെ കോളയും നമ്മളെ പബ്സും ഇങ്ങനെയുള്ള ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നുള്ളൂ. ജങ്ക് ഫുഡ് മാത്രം എത്തിക്കഴിഞ്ഞാല് നമുക്ക് വേണ്ട വൈറ്റമിൻസ് ഒന്നും കിട്ടൂല. അപ്പൊ പിന്നെ കാറില് പെട്രോളിന് പകരം പച്ചവെള്ളം ഒഴിച്ചാൽ ഓടൂലോ, അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മള് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ദിവസം ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എക്സസൈസും ആവശ്യമാണ്. ഈ കുട്ടികളൊക്കെ 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ദിവസത്തിൽ 7 മണിക്കൂർ ഉറങ്ങണം, അത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ഈ മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് മെഡിറ്റേഷൻ. അത് ശരിക്കും പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അത് ഉപകരിക്കും. നമ്മളെ മെമ്മറി കൂട്ടാനും നമ്മളെ മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ, കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടാനും ഒക്കെ അത് വളരെയധികം സഹായിക്കും. പിന്നെ എക്സാം പല കുട്ടികളും പറയും സ്റ്റഡി ലീവിന് പെന്ന് തൊടൂല. ശരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ മോക്ക് എക്സാം എഴുതി സ്വന്തം എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അത് ആദ്യം തന്നെ ഫുൾ എഴുതാനൊന്നും നിൽക്കരുത്. ആദ്യം കുറേശ്ശെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നമ്മൾ പിന്നീട് ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ആൻസേഴ്സ്, ചില കുട്ടികൾ ആൻസേഴ്സ് എഴുതും, ഒരു ചെറിയ ചോദ്യം 2 മാർക്കിന്റെ ചോദ്യത്തിന് എസ്സേ ആൻസേഴ്സ്, അതൊക്കെ മണ്ടത്തരാണ്. നമ്മൾ എപ്പോഴും മാർക്കിനനുസരിച്ചാണ് ആൻസർ എഴുതേണ്ടത്. പിന്നെ ചോദ്യം കണ്ടവിടെ ആൻസർ ചെയ്യുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യരുത്. ശരിക്കും ചോദ്യം 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം എന്താണ് ആവശ്യപ്പെട്ടത് അതാണ് എഴുതേണ്ടത്. ചില കുട്ടികൾ മാർക്കെല്ലാം പോകുന്നത് അങ്ങനെയാണ്. പിന്നെ ഡയഗ്രാം ചാർട്ടൊക്കെ വരയ്ക്കാനുള്ളതുണ്ടെങ്കിൽ നമ്മൾ ആൻസർ പേപ്പർ ഒന്ന് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സഹായിക്കും. പിന്നെ ആൻസർ ടു ദി പോയിന്റ് ചോദിച്ചതിനാണ് ആൻസർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ABC മെത്തേഡ്, അതായത് ഏറ്റവും അറിയുന്നത് A നമ്മൾ മാർക്ക് ചെയ്താൽ മതി, കുറച്ച് അറിയുന്നത് B, തീരെ അറിയാത്തത് C. അപ്പൊ നമ്മൾ ഏറ്റവും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഫുൾ വായിച്ചതിന് ശേഷം A
ആൻസേഴ്സ് ഒക്കെ എ ഗ്രൂപ്പിൽ പെട്ടത് ആദ്യം എഴുതുക, പിന്നീട് ബി, പിന്നീട് സി. എന്നാൽ ആ നോക്കുന്ന ആൾക്കാർക്ക്, സാറുമാർക്ക് നല്ലൊരു ഇംപ്രഷൻ വരുത്താൻ അത് സഹായിക്കും. ആ കുട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് തനിയെ വന്നു. പിന്നെ കുട്ടികൾ പരീക്ഷ എഴുതി അപ്പാട് നമ്പർ ഒന്നും ഇടാണ്ടൊക്കെ വരുന്ന കുട്ടികളുണ്ട്. കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നമ്പറൊക്കെ ഇട്ടിനോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പരീക്ഷ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നെ കഴിയുന്നതും എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അതും നമുക്ക് മാർക്ക് കൂട്ടാൻ വളരെ സഹായിക്കും. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. സർ, മാം തുടങ്ങിയത് തന്നെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പേരൻസിന് സ്ക്രീൻ മാറ്റി വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം എന്താവും? പിന്നെ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് പറഞ്ഞത്, കൂടുതൽ എക്സ്പെക്ടേഷൻസ് കൂടുന്നു. കൂടുതൽ എക്സ്പെക്ടേഷൻസ് കൂടുക മാത്രമല്ല, കിട്ടാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വളരെ ക്രിയാത്മകമായ രീതിയിൽ പറഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഉദയനാഥ് സാർ. ജ്യോതി മാം വളരെ സിമ്പിളായിട്ട് വലിയ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ കാര്യകാരണ സഹിതം കേൾവിക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായി പരീക്ഷയും പഠനവും, അല്ലെങ്കിൽ പഠനവും പരീക്ഷയും, അത് എങ്ങനെ എന്നുള്ളത് മാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. മാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൗൺസിലിംഗ് കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും രംഗത്തെത്തുകയാണ്. അപ്പം മാം അവരോട്, മോളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മോളിപ്പോൾ ചെയ്യുന്ന വഴിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അതാണ് മോൾക്ക് ഈ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം, മോൻ ഈ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം. പാരൻസിനെ കൂട്ടിയിട്ടായിരിക്കും അവർ മിക്കവാറും വരിക. അപ്പം ഞാനൊക്കെ ചെയ്യുന്നത്, രണ്ടുപേരെയും കൂട്ടിയിരുത്തി കാര്യം മനസ്സിലാക്കിയ ശേഷം പാരന്റിനോട് ഒന്ന് പുറത്തിരിക്കുമോ കുറച്ചു നേരം, അദ്ദേഹത്തെ ഒന്ന് പുറത്തിരുത്തും. അമ്മയാണ് മിക്കവാറും അമ്മയാണ് കൂടെ വരിക. അമ്മയെ ഒന്ന് പുറത്തിരുത്തി കുട്ടിയോട് ടു ദ പോയിന്റ്സ് അവരെ ബോധ്യപ്പെടുത്തുക. നമ്മൾ ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് നിന്റെ പ്രപ്പോസൽ? അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആൻസർ വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഈ രീതി അവലംബിച്ചു നോക്കൂ. അപ്പൊ 5 ആറുകളെ കുറിച്ച് മാം കൃത്യമായിട്ട് പറഞ്ഞു. ഈ സംഭവം പല കുട്ടികളും നടത്തുന്നില്ല. കിട്ടിയ പാട് ഈ ആർത്തിപ്പണ്ടാരങ്ങൾ എന്ന് പറയില്ലേ, വിശന്ന് വല്ലാതിരിക്കുന്ന സമയത്ത് വലിയൊരു സദ്യ കൈ വരുമ്പോൾ എല്ലാറ്റിലും കൈയിട്ട് വാരി ഒരു തീറ്റ. പരീക്ഷയുടെ എഴുത്തും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അതോടുകൂടി അവരുടെ റിസോഴ്സ് കഴിഞ്ഞു, പിന്നെ ആലോചിക്കാൻ നേരമില്ല, അടുക്കും ചിട്ടയും ഇല്ല എന്നുള്ളതാണ് അതിലെ പ്രധാന പ്രശ്നം. മാം അടുത്ത കാര്യം പറഞ്ഞു, ഒരു 30-40 മിനിറ്റ്, അത്രയും തന്നെ നീട്ടി പോവാതെ ഒരു 30 മിനിറ്റ് സന്തോഷകരമായി പഠനത്തിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റിനായിട്ട് വിടുക. ആ റെസ്റ്റിനായിട്ട് വിടുമ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് കേൾക്കാം, നല്ല കാര്യം. ഇവിടെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് പാട്ടൊക്കെ കേട്ടോളൂ, പക്ഷെ പഠനത്തിൻ്റെ സമയത്ത് ഈ നമ്മുടെ ടെലിഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. പലപ്പോഴും പഠനത്തിൻ്റെ സമയത്ത് ഇത് തുറന്നാ വയ്ക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പകുതി മനസ്സ് ഇന്നലെ പറഞ്ഞ ചേട്ടനെ എന്നെ വിളിക്കുവോ, സാറ് എന്നെ വിളിക്കുവോ, ഇന്ന കാര്യം പറഞ്ഞ അതിലാണ് ശ്രദ്ധ പകുതിയിലേറെയും. ഗാഡ്ഗറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിന്തയിലേക്ക് പോകുന്നേയില്ല. എത്ര നേരം പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഏറെ കൃത്യമായി എത്ര പഠിച്ചു. പിന്നെ മാം പറഞ്ഞു പഠിച്ചത് റിവൈസ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, മക്കൾ വായിച്ചു മനസ്സിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വയം ചോദ്യം വായിക്കുക, ഉത്തരം സ്വയം പറയുക, ഉറക്കെ തന്നെ പറഞ്ഞോളൂ. എൻ്റെ മുമ്പിൽ 10 പേരുണ്ട്, അവർക്ക് ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ഞാൻ പഠിക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ.
കുട്ടികൾ അതിൽ തുടരും. അങ്ങനെ തുടർന്ന് ഇടയ്ക്ക് വെച്ച് വണ്ടി നിന്നു പോകും. ഉടനെ തന്നെ ബുക്കിലേക്ക് തിരിച്ചു നോക്കുക, എവിടെയാണ് ബ്രേക്ക് ആയത്, അത് വീണ്ടും വീണ്ടും പഠിക്കുക. ഇതും കഴിഞ്ഞിട്ട് കോൺഫിഡൻ്റ് ആയി, ഐ ക്യാൻ ഡു ഇറ്റ്, ഇപ്പൊ പരീക്ഷ വെച്ച ഞാൻ എഴുതും എന്ന സന്തോഷം വരുമ്പോൾ പേപ്പർ എടുക്കുക, ചോദ്യം എഴുതുക, സ്വയം ഉത്തരം എഴുതുക. പറയുമ്പോഴുള്ള തടസ്സത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കോ ഇത് കയറുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും, ഉടനെ തന്നെ പുറകോട്ട് പോകും. 100% ആത്മാർത്ഥമായി ഈ രീതിയിൽ പോയാൽ പരീക്ഷ എന്നുള്ളത് മധുരതരമായിരിക്കും. അതാണ് മാം എന്ന് പറഞ്ഞു തന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഒതുക്കത്തോടു കൂടി 35 മിനിറ്റ് വളരെ ഒതുക്കി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ഒത്തിരി നന്ദി സർ. താങ്ക് യു സർ. സാറേ മ്യൂട്ടാണ്. താങ്ക് യു സർ, താങ്ക് യു. നാസിം മാം കേൾക്കുന്നുണ്ടോ? രത്നം മാം? സാറ് കേൾക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അമ്മ ജ്യോതി മാം, നല്ല സെഷൻ, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയില് നന്നായി ക്ലാസ് എടുത്തു. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളെപ്പോഴും പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാന്ന് പറയും. അത് മാം ആദ്യം തന്നെ പറഞ്ഞു. അപ്പോ രക്ഷിതാക്കളടുത്ത് മാത്രല്ല, അധ്യാപകരായിട്ടും നല്ല ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയാല് വളരെ നല്ലതാണ്. അപ്പൊ ഇഷ്ടമുള്ള അധ്യാപകൻ എടുക്കുന്ന വിഷയം ഒരു കാരണവശാലും അവൻ തോൽക്കാനോ മാർക്ക് കുറയാനോ അവൻ മനസ്സുകൊണ്ട് അവൻ തയ്യാറാവില്ല. മാഷ് വിഷമിപ്പിക്കാൻ അവൻ ഇഷ്ടമുണ്ടാവില്ല. എങ്ങനെയും പഠിക്കും. കാരണം ആ ഒരു റാപ്പ് ഉണ്ടാവും. അപ്പം അത് അപ്പൊ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ അതും കൂടി ബെറ്റർ ആണെന്നുള്ളത്. കാരണം ടീച്ചറോടും ചോദിക്കാൻ ഒഴിവുള്ള സമയം നോക്കിയിട്ട് ആ ഫ്രീഡം കണ്ടെത്തിയ നല്ലതാണ്. പിന്നെ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് പണ്ട് സിനിമ മാസികയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും, ഇടക്കിടക്ക് മറിച്ചു വെക്കണ കാരണം. പിന്നെ അന്ന് ഡിവൈസ് ഒന്നും ഇല്ല. മറ്റേ മോഹൻലാല് കമലഹാസനൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാനിരിക്കും. 10ാം ക്ലാസ്സിലെ പരീക്ഷ പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഡിവൈസാണെന്ന് മാത്രം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ വിരുന്നേര് വന്ന അതിന്റെ പുറകെ പോയ പരീക്ഷയുടെ സംഭവം അവർ പോയി കഴിഞ്ഞാൽ ഓർമ്മ വരാം, അതോടെ എല്ലാം പോകും. എണീറ്റ് കഴിഞ്ഞാൽ പോയി അതിന്ന്. എന്നാല് ആ ടൈം ബോണ്ടായിട്ട് ചെയ്തിട്ട് ഇടയിൽ എണീക്കണം, കുഴപ്പമില്ല. അതിന്റെ ഇടയിൽ നിന്ന് പിന്നെ ഓടി ചെല്ലുമ്പോഴാണ് ഈശ്വര ഇത് മുഴുവൻ പഠിക്കാനില്ല. എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അത് മറന്നു പോകും, എല്ലാം കാറ്റിൽ പോകും. പിന്നെ എല്ലാം ഒരു പരാക്രമമാണ്. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നു നമ്മൾ ക്ലാസ് എടുത്തപ്പോ. അപ്പൊ നല്ല ടൈം ബ്രേക്ക് ഒരു 20 മിനിറ്റ്സോ കഴിവ് പോലെ. ചിലര് 1 മണിക്കൂർ, ചില 1 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. ആകെ പാമ്പ് പൊളയണ പോലെ പൊളഞ്ഞ് അടി കിട്ടിയാലും വെള്ളം എനിക്ക് ഓടും. കിട്ടിയത് മേടിക്കും, കൈ നീട്ടിട്ട് മേടിക്കും. എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. കൈ നീട്ടിട്ട് തല്ല് കിട്ടിയാലും വെള്ളം എനിക്ക് ഓടുമായിരുന്നു, ഇരിക്കില്ല. ഓടി 2 ഓട്ടം ഓടിട്ട് വീണ്ടും വന്നിരിക്കും. ഓടുക ചെയ്യുക, കാരണം ഇഷ്ടപ്പെട്ടിട്ടല്ലോ പഠിക്കുക, കഷ്ടപ്പെട്ടാ പഠിക്കുക. പഠിക്കണ്ടേ, ഇവരൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. പിന്നെ കുറെ നാൾ വെച്ച് ബോധെത്തുമ്പോഴാണ് നമുക്ക് ആണ് പഠിക്കാന്നുള്ള ബോധ്യം വരാം. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെക്കാളും കുറെ ബുദ്ധിബോധം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വല്ലവർക്കും വേണ്ടി പഠിച്ചിരുന്ന ആൾക്കാരാ. അപ്പൊ ടഫുള്ള വിഷയം നമുക്ക് എടുക്കാൻ ഇഷ്ടമുണ്ടാവൂല, അത് മാറ്റി വെക്കും. എപ്പോഴും ഈസിയുള്ള വിഷയം എടുക്കും. ഇത് പഠിച്ചു പഠിച്ചവന്റെ എണീറ്റ് പോകും. അപ്പൊ അതിനേക്കാളും നല്ല ടഫുള്ളത് എനിക്ക് തോന്നാറ് എണീറ്റ് ഉടനെ പഠിക്കും, കിടക്കണ നേരത്തും പഠിക്കും. വേഗം ഉറക്കം വരും. അപ്പൊ കാരണം ഇഷ്ടമുള്ളതല്ലോ പഠിക്കണത്, കഷ്ടപ്പെട്ട് പഠിക്കണതല്ലേ പഠിക്കണത്. അപ്പൊ പിന്നെ ഉറങ്ങണ നേരത്ത് ഇങ്ങനെ ഓർക്കും. പിന്നെ എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ഉണർന്ന നേരത്താണ് ടഫുള്ളത്. ആർക്കും ഇഷ്ടമുണ്ടാവൂല ഉണർന്ന നേരത്തെ നോക്കാൻ, പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ട് ഉണർന്ന നേരത്തെ നോക്കാം.
അപ്പൊ ആ ഉറങ്ങണ നേരത്ത് തലച്ചോറിന്ന് പുകയും, ഉറക്കം വരും വേഗം. രാവിലെ എനിക്ക് ഫ്രഷ് ആയ നേരത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ വിഷയം നമുക്ക് ഇഷ്ടാവും. ആ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ ഇടയിലിടയില് ഈ പുട്ടും നാളികേരം പോലെ ഈസി സബ്ജക്റ്റ് ഒന്ന് റിലാക്സേഷൻ പഠിക്കുക. ബോറടിക്കുമ്പോ ഒരു പാട്ട് കേൾക്കുക, ഒന്ന് ഡാൻസ് ചെയ്യുക, തുള്ളിച്ചാട, വെള്ളം കുടിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ വളരെ നല്ലത് തന്നെ. മാം അതൊക്കെ പറഞ്ഞു. പിന്നെ ഗോള് സെറ്റ് ചെയ്യുമ്പോ ഇല്ലെങ്കിൽ ഈ വഴി വിട്ട് യാത്ര പോലെ എവിടേക്കാ പോണ്, ആ ബസ് വരട്ടെ ആലോചിക്കുക, അതുപോലെ അപ്പൊ നമ്മള് ഒരു ഗോള് മാറി മാറി പോകും. 8ാം ക്ലാസ്സിലെ ഗോളൊന്നല്ല. 8ാം ക്ലാസ്സില് 5ലെ കുട്ടിയോട് വെച്ച് ഓട്ടോറിക്ഷക്കാരനാണെന്നാ പറയാ, അല്ല ടംബോ ഡ്രൈവർ ആവണമെന്നൊക്കെ പറയവൻ. തെങ്ങേറ്റക്കാരനാവണമെന്ന് വരെ പറയണ കുട്ടികളുണ്ട്. അപ്പൊ ഗോൾ എന്നാലും ഒരു 14-15 വയസ്സാകുമ്പോ കുറച്ചും കൂടെ ബോധ്യം വരും. പിന്നാലും ഗോള് മാറും കഴിഞ്ഞാലൊക്കെ. അപ്പൊ ഗോള് സെറ്റ് ചെയ്ത് ഗോളിലെത്തുവൻ. പിന്നെ +2 കഴിഞ്ഞ പ്രൊഫഷണൽ കോഴ്സാണ് സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മെല്ലെ ആലോചിക്കും. ഒഴിവുള്ള സമയത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് ഏത് പ്രൊഫഷനാ നല്ലത് മാഷോട് ചോദിക്കും. അവരോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഏതാ സാറേ എന്റെ കഴിവിനനുസരിച്ച് നല്ലത് എന്ന് അടുത്തുള്ള അധ്യാപകരോടൊക്കെ ചോദിക്കും. അപ്പൊ കോഴ്സ് സെറ്റ് ചെയ്യുമ്പോ പിന്നെ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോ അവന് എന്തായാലും പണി കിട്ടുകയും ചെയ്യും. എങ്ങനെയെങ്കിലും അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞത് പ്ലാനിങ് വളരെ നന്നായി. പിന്നെ അർജന്റും ടു ഡു ലിസ്റ്റും ഒക്കെ മാം പറഞ്ഞു. അപ്പൊ അവർ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുട്ടികള്, അല്ലെങ്കിൽ ഉമ്മ തയ്യാറാക്കിയ ടൈം ടേബിൾ അല്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഞാനല്ലല്ലോ എന്ന്. അപ്പൊ അവരെന്നെ തയ്യാറാക്കിയത് അവർ ഉത്തരവാദിത്ത. അപ്പൊ അത് വളരെ നന്നായി. അവരെന്നെ തയ്യാറാക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ള സമയം ബ്രേക്കൊക്കെ അവരെന്നെ എടുത്തോളും. അപ്പൊ പിന്നെ മാം ഇതില്ലേ, ഈ കമ്പൈൻ സ്റ്റഡി നല്ലതാ. ഫ്രണ്ട്സ് ആയിട്ട് വർത്തമാനത്തിലേക്ക് പോവാതിരിക്കാൻ മാത്രം നോക്കണം. അത് പിന്നെ പണിയാവും, കഥ പറച്ചിലാവാതെ. അപ്പൊ നല്ല ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു സൗസ. താങ്ക് യു. ബുക്കിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? മനോഹരമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതെ, അറിയില്ല. ഏതാ പരീക്ഷ പേടിയാ? അല്ലല്ല, കൗൺസിലിംഗ് അനുഭവം. അത് പറഞ്ഞു കഴിഞ്ഞാ ബുക്ക് വായിക്കില്ല, ഇപ്പൊ ഈ വായനയാണ്. എന്നാലും ഒന്ന് ഞങ്ങള് സഹായിക്കുമ്പോ എല്ലാം കുക്കു അപ്പം മാം പറഞ്ഞോളൂ ട്ടാ. താങ്ക് യു. ഓക്കെ, ഞാൻ ഇപ്പൊ തീർന്നു. ഇനി അടുത്ത അഡീഷനിൽ ഞാൻ പറയുന്നുണ്ടേ. പ്രിന്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞു. റോയ് സാർ കേൾക്കാം. റോയ് സാർ. മാഡത്തിന്റെ ക്ലാസ് വളരെ സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ പ്രശ്നവുമായ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കി ഗ്രഹിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. വളരെ നല്ല പ്രോസസ്സായിരുന്നു ആ ലേണിംഗ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ടെക്നിക്കായ SQR5 ഒക്കെ വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്തു. സാധാരണ രീതിയിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന പിള്ളേർ പരീക്ഷയോട് അടുക്കുമ്പോൾ പരീക്ഷ പാസ്സാവാനുള്ള ഒരു താല്പര്യമായിട്ട് വരുന്നതാണ്. അപ്പൊ അവർക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാഡം അത് വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഉറക്കക്കുറവ് വരുന്നതും ആ സ്ട്രെസ് വന്ന് റിലീവ് ചെയ്യുന്ന കാര്യങ്ങളും പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി, വളരെ സിമ്പിളായി ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ടീച്ചർമാർക്കും അതുപോലെ തന്നെ അധ്യാപകന്മാർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഓക്കെ മാഡം, താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? ഞാൻ പറയട്ടെ 2 വാക്ക്. പറയും. ഗുഡ് ഈവനിങ് ആൾ. നല്ലൊരു ക്ലാസ്. ഞാൻ ഇതുവരെ ഈ സാറ്റർഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത്രയധികം ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വളരെ നല്ല ക്ലാസ്. എങ്ങനെയൊക്കെ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു, അതിന്റെ ലക്ഷണം, അതിനെ കണ്ടുപിടിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് നാം പേരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേക ഒരു കാര്യം തന്നെയാണ്.
പിന്നെ വീക്കായ സബ്ജക്റ്റിന് ഒരു ട്യൂഷൻ മാസ്റ്ററെ വെക്കുക. കൂടുതൽ കുട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അത് ശരിയാണ്. പിന്നെ ആരോഗ്യത്തെ എല്ലാ കാര്യവും കവർ ചെയ്തു. കമ്പാരിസൺ ഒഴിവാക്കുക. അപ്പുറത്തുള്ള കുട്ടിയും വിട്ട് അതുപോലെ ആവുന്നത് സാധാരണ അമ്മൂമ്മമാര് തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതേ കുട്ടിക്ക് അത് ഫീൽ ചെയ്യും. അങ്ങനെ പറയാതിരിക്കുന്നത് നല്ലത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠിത്തം, ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ, നമ്മൾ സാധാരണ അസുഖം വരുമ്പോ നാം ഡോക്ടറെ കാണിക്കും, ജലദോഷമോ. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നം സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് സാധാരണ പേരൻസ് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ പേരൻസും കുട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണത്. അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട്ടുകാർ ശ്രദ്ധിക്കില്ല. അങ്ങനെ ആവുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവുകയും അവർ തെറ്റിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ടായാൽ അവർക്ക് എന്ത് കാര്യവും തുറന്ന് പറയാൻ പറ്റും. പിന്നെ ആരോഗ്യം, മെഡിറ്റേഷൻ പറഞ്ഞു. പിന്നെ റിപ്പറ്റിഷൻ, അത് നല്ല റിവ്യൂ, ഒരിക്കൽ പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ തെറ്റ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. പിന്നെ സാർ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതുന്നത്, എക്സാം അന്നെന്നുള്ളത് മാറ്റിവെക്കാതെ, പ്രോക്രസ്റ്റിനേഷൻ മാറ്റിവെക്കാതെ അന്നെന്നുള്ളത് അന്നൊന്ന് പഠിക്കുക. പിന്നെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പൊന്ന് വായിക്കുക. R1 റീഡിങ്, റെക്കോർഡിങ്, അതൊക്കെ. പിന്നെ എന്താണ്, ബെസ്റ്റ് മെത്തേഡ് ടീച്ചിങ് മെത്തേഡ്, അതെനിക്കിപ്പോ ഓർമ്മ. എൻ്റെ മോള് ഇങ്ങനെ ഒരു കമ്പ് എടുത്ത് അത് ഞാൻ ഇപ്പൊ ഓർമ്മിച്ചു. പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചുമോള് അവളെങ്ങനെ പഠിപ്പിച്ചു പോവാൻ തന്നെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അതാണ് അവൾക്ക് ഇഷ്ടം. ടീച്ചിങ് മെത്തേഡ് നല്ലതാണ്. അവളെന്താണ് ഇപ്പൊ? അവളിപ്പോ US സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടിരിക്കുന്നു. അവളെല്ലാം ചെയ്തോളും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുന്ന കുട്ടികൾ നല്ല ലെവലിലെത്തുന്നുണ്ട്. അതെ, അവളുടെ ആരും പറഞ്ഞു കൊടുത്തതല്ല, അത് അവളങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ അവൾ താനെ പഠിച്ചോളൂ. എല്ലാം അതൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞു തന്നത്. വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു, എക്സർസൈസ്, പിന്നെ ഉറക്കം, അത് ശരിയാണ്. പിന്നെ അച്ഛനമ്മമാരൊക്കെ വിചാരിച്ചു എത്രയും സമയം ഇരുന്ന് പഠിച്ചോട്ടെ, അത്രയും നല്ലതല്ലേ. പക്ഷെ ഉറക്കമാണ് പ്രധാനം. അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവില്ല, മറന്നുപോകും, ക്ഷീണം ഉണ്ടാവും. ഉറക്കത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മാർക്ക് അനുസരിച്ച് എഴുതുക. ഇതൊക്കെ എൻ്റെ കൊച്ചുമക്കളുണ്ട്, അവരോട് എനിക്ക് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നല്ല ഒരു ക്ലാസ്സാണ്. അടുക്കും ചിട്ടയോടുകൂടി പഠിക്കുക. പിന്നെ ABC മെത്തേഡിനെ പറ്റി പറഞ്ഞു. അറിയാന്നുള്ളത് ആദ്യം, അങ്ങനെ സ്റ്റെപ്പ്. ടീച്ചർ പറഞ്ഞ നല്ല സിമ്പിളെന്ന് മാത്രമല്ല, നന്നായി മനസ്സിലാകുകയും ചെയ്യും, എഴുതിയെടുക്കാനും ഒക്കെ നല്ലൊരു മെത്തേഡ് തന്നെയാണ്. സ്ലോ ആയിട്ടായിരുന്നു മനസ്സിലാകാത്ത കാര്യം, സ്പീഡൊന്നുമില്ല. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം എല്ലാം തന്നെ കവർ ചെയ്തു. വളരെ നല്ല ക്ലാസ്. പിന്നെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക. പാട്ട് കേൾക്കുന്നതൊക്കെ നല്ലത് തന്നെ. 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയി പഠിക്കാതെ എല്ലാം. താങ്ക് യു ടീച്ചർ, വളരെ നല്ല ക്ലാസ്. താങ്ക് യു മാം. മാം എന്തെങ്കിലും ജോലി ചെയ്തോ? ഞാൻ KSFE റിട്ടയർഡ് ആയത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ജോർജ് സാർ ഉണ്ടോ? ഇന്ദിരാദേവി മാം, അൻസാരി സാർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഇനി ആരും പറയാനില്ലെങ്കിൽ. സോ അമർജ്യോതി മാം, താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു സർ, താങ്ക് യു സർ. വളരെ സിമ്പിളായി. പോലീസ് കാണണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, നല്ല ക്ലാസ്. ഗുഡ് നൈറ്റ്.